പടങ്ങൾ ഹിറ്റായി. അത് ആ സംവിധായകരുടെ കഴിവും ആ കഥയുടെ ഒരു പിൻബലത്തിലൊക്കെ ആ സിനിമ ഓടി. പക്ഷെ ഇവന് റേഞ്ച് ഇല്ല ഒരു നടൻ എന്നുള്ള രീതിയിൽ. എല്ലാം നോക്കിക്കോ, എല്ലാം സെയിം പെർഫോമൻസ്. എല്ലാം എന്റെ റോൾ ഇവന് കൊടുക്കണ്ടേ. ഇവര് ഒരേപോലെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് ഇവിടെ ഹിറ്റാവുന്നു. റാണാചാന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ധ്യാനാണ് കൂടെ അഭിനയിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ തുള്ളിച്ചാട്. എനിക്ക് ഈ പറഞ്ഞ എനിക്ക് നല്ല വില എന്റെ കൊച്ചിന് വില വരെയല്ല. കാരണം കൊച്ചിന് ബുദ്ധി വെച്ചിട്ടില്ല. കൊച്ചിന് 8 മാസം 9 10 ടീസറിൽ നമ്മളെല്ലാവരും കാണിച്ചു. പിന്നെ ഫസ്റ്റ് പാട്ട് വിടുമ്പോൾ എക്സ്ക്ലൂസീവായിട്ട് അപ്പുവിൻ്റെ ഒരു സംഗതി നമ്മൾ വിട്ടു. ട്രെയിലർ വിടുമ്പോൾ ധ്യാനെ ഫോക്കസ് ചെയ്ത് വിട്ടു. ഇന്നിപ്പോൾ നമ്മൾ പാട്ട് വിട്ടത് നിവിൻ്റെ. അപ്പോൾ ഇവർ 3 പേരെയും പടത്തിൽ വരുമ്പോൾ ഞാനുണ്ടോ, ആരും എന്നെ ഫോക്കസ് ചെയ്യണ്ട, അപ്പുവിനെ ഫോക്കസ് ചെയ്ത് അങ്ങനെയാണ്. ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ഇതാണല്ലോ, എല്ലാ ഷെഡ്യൂൾ കഴിയുമ്പോഴും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത്. നിങ്ങളൊക്കെ അതിന്റെ പാർട്ടായിരുന്നു? ധ്യാൻ പാട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ഫുൾ ഡയറ്റും ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആയിരുന്നു. അടിപൊളി. എനിക്ക് എന്റെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. ഈ ആടുജീവിതം പോലെ പട്ടി ജീവിതം